ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ശശി തരൂർ അവിടെ ആരും വിളിച്ചില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കല്യാണമൊന്നും അല്ലല്ലോ, ആരും വിളിച്ചുകൊണ്ട് പോകാനെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അങ്ങ് വീണ്ടും റഷ്യയിലേക്ക് പോയി. റഷ്യയിൽ 5 ദിവസം പുടിനെ നേരിട്ട് കണ്ട് മോദിയുടെ സന്ദേശം കൈമാറും. അത് കഴിഞ്ഞ് 4 ദിവസം ഗ്രീസിൽ തങ്ങുന്നത് തുർക്കിയുടെ പാക് അനുകൂലതയ്ക്ക് തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മോസ്കോ വഴി യൂറോപ്പ് പര്യടനം. അപ്പോൾ അങ്ങനെ ഒരു 15 ദിവസം നീളുന്ന ഷെഡ്യൂളിലേക്ക് കടന്നിരിക്കുകയാണ്. യാത്ര പോലും കോൺഗ്രസിനോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ കാണാം? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞു. അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട് താൻ എപ്പോഴും ഏത് സേവനത്തിനും സന്നദ്ധനാണ്. അതെ. അതിനകത്ത് തരൂരിൻ്റെ ഒരു നിലപാടിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. അത് നമുക്കില്ല. കാരണം ഇതുവരെ തരൂർ ഈ കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാം, തരൂർ BJP-യിലേക്ക് പോകുന്നു. അതെ. തരൂരിൻ്റെ ആ ഒരു ഓക്സ്ഫോർഡ് പ്രസംഗം ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അതെ. അപ്പോൾ അതിനുശേഷം മോദിയും അതേപോലെ തന്നെ BJP-യൊക്കെ തരൂരിനെ എങ്ങനെയെങ്കിലും റാഞ്ചിക്കൊണ്ടു പോകാനുള്ള സകല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. തരൂരിനെ അവർക്ക് പിന്നെ BJP-യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി BJP-യുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ ശ്രമങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല, മുൻപേ തുടങ്ങിയിട്ടുണ്ട്. കാരണം അതേപോലൊരു നേതാവിനെ തങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ നേതാവിൻ്റെ വാല്യൂ എത്രമാത്രം ഉണ്ടെന്നുള്ളത് BJP-ക്ക് അറിയാം. പക്ഷേ തരൂർ പോയിട്ടില്ല. മാത്രമല്ല, തരൂരിൻ്റെ ആ നിലപാടുകൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. ആ നിലപാടുകൾക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. തരൂർ വ്യക്തമായിട്ട് പറഞ്ഞു, രാജ്യത്തിൻ്റെ താല്പര്യവും രാജ്യത്തിനകത്തുള്ള രാഷ്ട്രീയവും രണ്ടിനെയും രണ്ടായിട്ടാണ് കാണുന്നത്. രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയം. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം പറയും. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു കൺവിക്ഷനാണ്. മാത്രമല്ല, അദ്ദേഹം ഈ വിദേശ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് മുഴുവൻ കിടക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണ ഇവിടുത്തെ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയം, ഇന്ന് കോൺഗ്രസിൻ്റെ ഇന്ത്യയുടെ രാഷ്ട്രീയം, ഇന്ത്യയിൽ ഈ ഉപഭൂഖണ്ഡത്തിൽ പ്രയോഗിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് പോകുന്ന ബുദ്ധികേന്ദ്രമാണ്, അല്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഉപദേശകൻ എന്ന് പറയുന്നത് നമ്മുടെ KC വേണുഗോപാലാണ്. അപ്പം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഒരു ഇത്രയും പാരമ്പര്യമുള്ളൊരു പാർട്ടിയുടെ ദേശീയ നയങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ ഉപദേശക സ്ഥാനം നമ്മുടെ KC വേണുഗോപാലിനെ പോലുള്ള ആൾക്കാർ നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തരൂരിനെ പോലുള്ള കഴിവുള്ള, ഇന്ത്യയെ അറിയാവുന്ന, ഇന്ത്യയെ നന്നായിട്ട് അറിയാവുന്ന, ഇന്ത്യയുടെ ചരിത്രം അറിയാവുന്ന രാഹുൽ ഗാന്ധിയേക്കാളും അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആരേക്കാളും കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ ആരേക്കാളും ഒക്കെ ഈ കോൺഗ്രസിൻ്റെ ചരിത്രവും അതിൻ്റെ ഡൈനാമിക്സും അതിൻ്റെ ബലതന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ശശി തരൂർ. അതിനകത്ത് സംശയമില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഏരിയയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. മാത്രമല്ല, ഇപ്പം പാർലമെൻറ്റിലൊക്കെ സംസാരിക്കാനൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളിലൊക്കെ അതിശക്തമായ രീതിയിലാണ് കാര്യങ്ങൾ അദ്ദേഹം വിഷയങ്ങളെ അവതരിപ്പിക്കുകയും വെറും രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നേതാവ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അന്ന് നമ്മൾ കണ്ടതാണ് തരൂർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എവിടെ നിൽക്കുന്നു എന്നുള്ള സാധനം, അല്ലേ? എന്നിട്ട് പോലും തരൂർ 1000 ശിഷ്ടം വോട്ട് വാങ്ങി വന്നു. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് പിന്നെ എന്താ പറയുക, നിർവാഹക സമിതി ഉൾപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തരൂർ വേഴ്സസ് നരേന്ദ്രമോദി എന്നുള്ളൊരു ഇക്വേഷനാണ് വന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ തന്നെ മാറുമായിരുന്നു. കാര്യം BJP ലേശം ഭരിക്കലായി, കൂട്ടുകക്ഷി മന്ത്രിസഭയില്ല, ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അന്ന് ഈ കോൺഗ്രസിനെ നയിച്ചത് ഈ ഖാർഗെയ്ക്ക് പകരം, ഖാർഗെ എന്നുള്ളത് ഇപ്പം പിന്നോക്ക സമുദായത്തിൻ്റെ പ്രതിനിധിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഖാർഗെ തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായിരുന്ന കാരണം അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നോക്ക സമുദായത്തിൻ്റെ ഒരു മുഖം അവിടെ കൊണ്ടുവയ്ക്കുന്നത്. മറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നിടത്ത് നിൽക്കും, ഇല്ലേ? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതാണ് KC വേണുഗോപാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഇന്ന് കോൺഗ്രസിന്. അപ്പോൾ കോൺഗ്രസിൻ്റെ താല്പര്യം എന്താണെന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പം കോൺഗ്രസിൻ്റെ ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ഓരോ സ്പീച്ചുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രതികരണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോദി വിരോധമല്ലാതെ ഒന്നുമില്ല.
അവിടെയാണ് ഏറ്റവും വലിയ ഇപ്പം മറിച്ച് ശശി തരൂരാണെങ്കിൽ ആ സ്ഥാനത്ത് വരുന്നത് ഇന്ത്യൻ ജനതയിലും യുവാക്കളിലും ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് ഏറ്റവും വലിയൊരു ഒരു ക്രെഡിബിലിറ്റി അതല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസ്യത നേടണമെങ്കിൽ പ്രതീക്ഷ നൽകുന്നതായിരിക്കും. അപ്പം ശശി തരൂരായിരുന്നു ഖാർഗെയുടെ സ്ഥാനത്തെങ്കിൽ, ഞാൻ പറഞ്ഞത് ഖാർഗെയുടെ സ്ഥാനത്ത് ഇന്ന് ഇതേ സ്റ്റാറ്റസ് നിലനിർന്നു പോകാമായിരുന്നു. അപ്പം ഇന്ന് ഖാർഗെയുടെ സ്ഥാനത്ത് ശശി തരൂരായിരുന്നുവെങ്കിൽ ഈ യുവാക്കളിലും ഇന്ത്യൻ ജനതയ്ക്കും പ്രതീക്ഷ എന്നൊരു സംഗതി. അത് മാത്രമല്ല കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ തരൂരിൻ്റെ പേര് പോലും ഇല്ലായിരുന്നു, മറ്റേ വിദേശ സന്ദർശനം. അപ്പം ഈ രീതിയിൽ തരൂരിനെ കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേതാക്കളുടെ ചെറിയ മനസ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാണ്. ഇപ്പോൾ ചെറിയ മനസ്സിനകത്ത് ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു 1/2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിന് അവസ്ഥയാണ്. അതായത് മാത്രമല്ല അവരുടെ പരിമിതിയാണ്. ഉദാഹരണത്തിന് 1/2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രത്തിനകത്ത് 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രം കൊള്ളില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഈ 1 ലിറ്റർ പാത്രം അതിനകത്ത് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കൊള്ളില്ലാതെ കടന്നു പോകും അല്ലേ? അപ്പം ഇത് തന്നെയാണ് തരൂരിൻ്റെ കേസിലുണ്ടായത്. അപ്പം തരൂര് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു തനിക്ക് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഒരു MP സ്ഥാനം 4 തവണ അദ്ദേഹം MP ആയി. അപ്പോൾ ഈ 4 തവണ MP ആയാലും തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് തരൂരിവിടെ ജയിച്ചത്. പക്ഷേ കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല തരൂർ ജയിച്ചത്. തരൂരിന് ഈ പൊതുസമൂഹത്തിൽ നിന്നും ഉള്ള ഒരു സ്വീകാര്യതയുടെ ഭാഗമായിട്ട് കിട്ടുന്ന വോട്ട് കൊണ്ടാണ് അതുകൊണ്ടാണ് BJP ആ രീതിയിൽ ചിന്തിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്ത് തിരുവനന്തപുരത്ത് MP സ്ഥാനം രാജിവെപ്പിച്ചാൽ സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരനെ അടുത്ത പ്രാവശ്യം ജയിപ്പിച്ചാൽ BJP 2 നേട്ടമാണ്. തരൂരിനെ പോലെ ഒരാളിനെ ലഭിക്കുകയും ചെയ്യും, തിരുവനന്തപുരത്ത് ഒരു MP കൂടി ലഭിക്കും. അല്ല, അവിടെ ഇപ്പോഴും തരൂരിൻ്റെ കാര്യത്തിൽ തരൂർ ഇപ്പോൾ രാജ്യ താല്പര്യം മുൻനിർത്തിയുള്ള ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ? മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളെല്ലാം വിജയമായിരുന്നു. കാരണം ഒരുപക്ഷെ ഇന്ന് കേന്ദ്ര സർക്കാരിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിലുള്ള BJP നേതാക്കന്മാരോ പോകുന്നതിനേക്കാൾ ഒക്കെ എത്രയോ 10 മടങ്ങ് അല്ലേ അന്താരാഷ്ട്ര തലത്തിൽ ആ ദൗത്യത്തെ വിജയിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെ ഇപ്പൊ കൊളംബിയയിൽ പോയിട്ട് അവരുടെ അഭിപ്രായം തിരുത്താൻ സാധിച്ചു എന്ന് പറഞ്ഞ ഭീകരവാദത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സ്വന്തം വീട്ടിൽ പാമ്പിനെ വളർത്തുമ്പോൾ അത് അയലത്തെ വീട്ടിലുള്ളവരെ മാത്രം കടിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. തീർച്ചയായിട്ടും. ഇപ്പൊ മാത്രമല്ല ഇപ്പൊ ഈ മുനീറിന്റെ വിഷയത്തിൽ ഈ മുനീറിനെ ഇപ്പൊ അവിടെ സദ്യ കൊടുത്തല്ലോ, ആര് ഉച്ചയൂണ് കൊടുത്തല്ലോ മറ്റേ ട്രംപ്. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം മുനീർ ഒസാമ ബിൻ ലാദന്റെ നെയ്ബറായിരുന്നു, അയൽവാസിയായിരുന്നു. അപ്പം ഈ രീതിയിലൊക്കെ ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമുക്ക് ആർക്കും അണ്ടർറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ കഴിവിൻ്റെ മുന്നിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും എന്താ പറയുക അതിനോട് അവർക്ക് ഒന്നുകിൽ അദ്ദേഹത്തിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല, അവർ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണ്. പിന്നെ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് രാജ്യ താല്പര്യമല്ല, മറിച്ച് വ്യക്തി താല്പര്യങ്ങളാണ്. ഇതിനകത്ത് മറ്റൊരു ഘടകങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ സോണിയാഗാന്ധിയും ഇവരുടെ ഈ 3 പേരുടെ സാന്നിധ്യമില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. ആ ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചു പോയി. ആ തുടർച്ചയുടെ ഇത് ആ ഒരു തുടർച്ച കാരണം ആ കുടുംബ വാഴ്ചയുടെ അവർക്കെതിരായിട്ട് പറയാനും ആർക്കും അങ്ങനെയുള്ളവരെ അവർ വളർത്തത്തില്ല എന്ന് മാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ ഇപ്പം രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇവരുടെ ആരുടെയെങ്കിലും സാന്നിധ്യം ഇല്ലെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞു. കാര്യം ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു അസ്ഥിക്കല്ലിൽ ചുറ്റിയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ വേണ്ടത് രാഹുൽ ഗാന്ധിയോ അതല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോടെ നിന്നുകൊണ്ട് സമർത്ഥനായ ഒരു വർക്കിംഗ് പ്രസിഡൻ്റാണ് വേണ്ടത്. അതിന് ഏറ്റവും ഐഡിയലായിട്ടുള്ളൊരു മനുഷ്യൻ ശശിതരൂരുണ്ട്. ഇപ്പോൾ പോലും രാജ്യത്തിന് വിദേശത്ത് പോയിട്ട് ഇന്ത്യയുടെ ആ ഒരു പിന്നെ നിലപാട് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്ത ആ ഗ്ലാമറിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യതയിൽ വന്ന ഇപ്പോൾ രാജ്യത്തിനകത്തും ശശി തരൂരിൻ്റെ റേറ്റിംഗ് കൂടിയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ശശി തരൂരിനെ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതാണ് കോൺഗ്രസിൻ്റെ നിലപാട്, രാജ്യ താല്പര്യം കോൺഗ്രസിൻ്റെ ഇതാണ് എന്ന് പറഞ്ഞു പോകുമായിരുന്നെങ്കിൽ BJP ചിലപ്പോൾ വെട്ടിലായി പോകും. പിന്നെ എന്നും ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധിക്ക് പിന്നെ അതാ പറഞ്ഞു മോദി വിരോധം കൊണ്ട് മാത്രം ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് രാഷ്ട്രീയമായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്
അതിൻ്റെ കഷ്ടം. കാരണം കോൺഗ്രസിൻ്റെ വേര് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എല്ലായിടത്തും കിടപ്പുണ്ട്. അത് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ വളമില്ലെങ്കിൽ പോലും വളരുന്ന വേരാണ് കോൺഗ്രസിൻ്റെ പേര്. പക്ഷേ അതിന് മോദി വിരുദ്ധം എന്ന് പറയുന്ന ആ ഒരു സംഗതി ഒരു വളം മാത്രം ഇട്ടുകൊണ്ട് അത് വളരത്തില്ല. അതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. അവിടെയാണ് തരൂരിന് അദ്ദേഹം ആലോചിച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ പേര് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ കോൺഗ്രസ്സിന് പ്രയോജനമില്ല, അദ്ദേഹത്തിനും പ്രയോജനമില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് തരൂർ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ തൻ്റെ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതം പോലെ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.